ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂട് സമയമാണ് അല്ലേ? അപ്പോൾ ഈ ടൈമിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെതർ അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ ഈ നോസിൻ്റെ ഈ ഭാഗത്തൊക്കെ വിയർക്കുന്നവരുണ്ട്, ഭയങ്കരമായിട്ട് അവിടെ വിയർക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ടും ഈ സൈഡിലായിട്ടൊക്കെ നല്ല വെതർ ഉണ്ടാവും. അപ്പോൾ അവർക്കും ഈ ഫേസ് പാക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും വൈറ്റ് കളർ വരാനും ഒക്കെ വളരെ നല്ലതാണ്. ഈ കഴുത്തിന് ചുറ്റും ഉണ്ടാവുന്ന പാടില്ലേ, അതിനും വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു പാക്ക്. പ്രഗ്നൻസി ടൈമിലൊക്കെ ലേഡീസിന് കഴുത്തിന് ചുറ്റിനും ബ്ലാക്ക് കളർ വരും. അവർക്ക് ഈ പാക്ക് ട്രൈ ചെയ്യാം, അത് വളരെ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, അപ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് ആദ്യം വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ചെറുപയറാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? ചെറുപയർ വളരെ നല്ലതാണ്. ചെറുപയർ ഫേസ് പാക്ക് ഉണ്ട്. അത് ചെയ്യുന്നത് ഫേസിന് നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപയർ പൊടിയിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും അല്ലേ? അതൊക്കെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ തരാൻ ഈ ചെറുപയർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതാണ് ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഞാൻ ഇവിടെ കുറച്ച് ഓട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അളവുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇനിയും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. ഞാൻ ഇവിടെ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കട്ട തൈര് തന്നെയാണിത്. ഞാൻ എല്ലാ വീഡിയോയിലും തൈര് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന തൈരാണ് നല്ലത്. കാരണം ഈ പുറത്തുനിന്ന് വാങ്ങുന്നത് അത് ഏത് രീതിയിലാണ് പാക്കായിട്ട് വരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഫേസിലൊക്കെ നമ്മൾ ഇടുന്നതല്ലേ, അപ്പം അതിന് കുറേയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈരും വേണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ഓട്സും ചെറുപയറും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അളവിൽ എടുത്തതല്ല, കുറച്ച് ഇങ്ങനെ കയ്യിൽ ആവശ്യത്തിന് എടുത്തതാണ്. അപ്പം ഇത് പൊടിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള അത്രയും മാത്രം നമുക്ക് ഈ ഫേസ് പാക്കിന് എടുത്താൽ മതി. അപ്പം ഇത് രണ്ടും ഞാൻ പൊടിച്ചിട്ട് വരാം. അപ്പം ചെറുപയർ പൊടിക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടാവും. അപ്പം ഈ ചെറുപയർ ഞാൻ ഇത് കഴുകി ഉണക്കി വെച്ചതാണ്. അപ്പം ഇതാണ് ഞാൻ പൊടിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മളുടെ മിക്സിയിൽ സാധാരണ ജാറിൽ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഓട്സും ഒന്ന് പൊടിച്ചെടുക്കുക. രണ്ടും കുറച്ച് ഞാനൊരു അത്യാവശ്യത്തിന് ഒരു കൈക്കുള്ളതാണ് എടുത്തത്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഫേസ് പാക്കിന് എടുത്താൽ മതി. അപ്പം ഞാനിത് പൊടിച്ചിട്ട് വരാം. അപ്പോൾ രണ്ടും പൊടിച്ചിട്ട് വന്നു. ഓട്സ് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്, ചെറുപയർ പൊടി നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ചെറുപയർ പൊടി കണ്ടോ? ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ ഓട്സും നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ ഓട്സ് ആണ്. ഒരു സ്പൂൺ ഓട്സ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനിയും വേണ്ടത് ചെറുപയർ പൊടിയാണ്. അതും ഇതിന് തന്നെ ഒരു സ്പൂൺ ചെറുപയർ പൊടി ഇതിലേക്ക് ഇട്ടു. നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൈര് ഞാൻ 2 സ്പൂൺ ഇതിലേക്ക് ചേർക്കുകയാണ്. ഓട്സ് നമ്മൾ 1 സ്പൂൺ ചേർത്തു, ചെറുപയർ പൊടി 1 സ്പൂൺ ചേർത്തു. തൈര് നമുക്ക് 2 സ്പൂൺ വേണം, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ 2 സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് ഫേസ് സ്ക്രബ് കയ്യിലുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യുക ഫേസ് നന്നായിട്ട്. എന്നിട്ട് സ്റ്റീം ചെയ്യുക, നന്നായിട്ട് ആവി പിടിക്കുക. ആവി പിടിച്ചിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം ഫേസ് പാക്ക് ഇടുക. എന്നാൽ ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് അത് പിടിക്കുന്നതാണ്. അത് നല്ല ഗ്ലോ തരാനും നല്ല വൈറ്റ് കളർ തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഫേസ് പാക്ക് ഇടുമ്പോഴേ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ ഫേസ് പാക്ക് ഇടുമ്പോൾ പറയാറല്ലേ കണ്ണിൻ്റെ ഈ ഭാഗത്ത് മുകളിലോട്ട് കൊണ്ടുപോകും. കാരണം ഇത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഡാർക്ക് സർക്കിൾസിനും ഇത് വളരെ നല്ലതാണ് പയറുപൊടി. അപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഫേസിൽ ഫുള്ള് നന്നായിട്ട് ഇടാം. മുഖത്തൊക്കെ ഉണ്ടാവുന്ന വെതറ് ഒക്കെ പോവാൻ വളരെ നല്ലതാണ്. കറുത്ത പാടുകൾ പോവാൻ, ഗ്ലോ കിട്ടാൻ, വൈറ്റ് കളർ കിട്ടാൻ ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാനിതാ ഫേസിൽ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേം ഫേസ് പാക്ക് ഇത് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഡെയിലി ഫേസിൽ ഇടാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. മെയിൻ കാര്യമാണ്, അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ഡെയിലി നമുക്ക് നമ്മളുടെ ഫേസിലിടാം, യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഇപ്പം നമ്മൾ ഓട്സും ചെറുപയർ പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടല്ലേ ഇതിൽ ചേർത്തത്. അപ്പം നിങ്ങൾ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ചെയ്തിട്ട് ഇഷ്ടമായാൽ നിങ്ങൾക്ക് സ്ഥിരം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓട്സും കുറച്ച് ചെറുപയർ പൊടിയും കൂടി ഒരേ അളവിൽ എടുത്തിട്ട് അത് ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. ഒരുമിച്ചിട്ട് പൊടിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടിന്നിലിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് അത് ആവശ്യത്തിന് എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഡെയിലി അത് എടുത്ത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തത് തൈരല്ലേ, കട്ട തൈരാണ് ചേർത്തത് അല്ലേ. അപ്പോൾ ഈ ഓയിലി സ്കിൻകാർക്ക് തൈര് പിടിക്കാത്തവരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസ് ഇതിൽ ആഡ് ചെയ്യാം, ഇതിൽ മിക്സ് ചെയ്തിട്ട് പുരട്ടാം. അതുപോലെ ടൊമാറ്റോ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് പുരട്ടാം. ഈ തൈരും പാലും ഒക്കെ പിടിക്കാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തൈരും പാലും ഒക്കെ പിടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പച്ചപ്പാൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫേസ് പാക്ക് ആക്കാം. ഇപ്പോൾ യോഗട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ചെയ്ത പോലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുക്കുംബർ ജ്യൂസും ടൊമാറ്റോ ജ്യൂസും ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഒന്നും പോരാ എന്നുണ്ടെങ്കിൽ വെള്ളമാണെങ്കിലും മതി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തൈരും പാലും അതുപോലെ ടൊമാറ്റോ ജ്യൂസ് കുക്കുംബർ ജ്യൂസും ഒക്കെ ചേർത്ത് നമ്മൾ ഫേസ് പാക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റേതായ ഗുണം അതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഒരു 20 മിനിറ്റ്സോളം നിൽക്കണം, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണങ്ങുള്ളൂ. അപ്പം ഞാൻ ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം വരാം. അപ്പം ഞാൻ ഇതാ വന്നു. 20 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടോ അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വലിച്ചിലൊന്നുമില്ല, എന്നാലും ചെറിയൊരു വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതെന്ത് വെച്ചാണോ മിക്സ് ചെയ്യുന്നത്, നമ്മൾ ഈ ഓട്സും ചെറുപയറും എന്ത് വെച്ചാണോ മിക്സ് ചെയ്യുന്നത് അതെടുക്കുക. ഞാൻ തൈരാണ് വെച്ച് മിക്സ് ചെയ്തത്. തൈര് പിടിക്കാത്തവർക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം ചോയ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യുന്നവരെ അതെടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് ഇതുപോലെ കയ്യിലെടുക്കുക. ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലും ഇതാ ഇങ്ങനെ ഇതുപോലെ ഇതാ ഒപ്പി കൊടുക്കുക. കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നന്നായിട്ട് ഒപ്പി കൊടുക്കുക. കൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ നോസിൻ്റെ ഭാഗത്ത് ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവാൻ വളരെ നല്ലതാണ്. നോസിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോവാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നെറ്റിയിലും ഒക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയും ഇത് നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കഴുത്തിലെ കറുപ്പ് മാറാൻ ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണെന്ന്. കഴുത്തിലെ കറുപ്പ് മാറാൻ നല്ലതായതുകൊണ്ട് തന്നെയല്ല, നിങ്ങൾ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്താലും അത് നെക്കിലും അത് ട്രൈ ചെയ്യും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുമ്പം എനിക്ക് ഇവിടെ ചെയ്ത് കാണിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, അത് ഡ്രസ്സിലെല്ലാം ആവും. അപ്പം അത് ചെയ്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനത് ചെയ്ത് കാണിക്കാത്തത്. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് സൗകര്യമല്ലേ, നെക്കിലിടുക. അപ്പം നെക്കിൽ നല്ല കളർ കിട്ടാൻ കറുത്ത പാട് മാറാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇനി ഇത് വാഷ് ചെയ്തതിന് ശേഷം വരാം.
അപ്പം ഞാൻ വാഷ് ചെയ്തതിന് ശേഷം വന്നു, നല്ല ഫേസിന് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഫേസ്. അതുപോലെ തന്നെ നിങ്ങൾ വാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് മസാജ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ അത് വാഷ് ചെയ്ത് പോവാം. അപ്പം നല്ലൊരു സുഖം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ലൊരു സ്ക്രബായിട്ട് തന്നെ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മറ്റേത് തൊടുമ്പം ചെറിയ ഒരു ഇത് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ നല്ല സ്മൂത്തായി നോസും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഫുള്ള് ഭയങ്കരമായിട്ട് സ്മൂത്തായി. അതുപോലെ നല്ലൊരു വൈറ്റ് കളർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേര് ചോദിച്ചതാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് പാക്ക് ഏതാണ് ഉള്ളത് എന്ന്. പല ഫേസ് പാക്സും നമ്മൾക്ക് ഒരു വീക്ക്ലി 2 ഡേയ്സിന് അപ്പുറം നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് ഒരുപാട് നല്ലതാണ് ഇത്. ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഓട്സ് നമ്മുടെ ഫേസിലുള്ള ചൂടുകുരു ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ഒരു കൂളിംഗ് ഒരു എഫക്റ്റ് നൽകും ഓട്സ്. അതുപോലെ തന്നെ യോഗേർട്ട് നല്ല കളർ തരാനും ഗ്ലോ തരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചെറുപയർ പൊടി എല്ലാവർക്കും അറിയാം, ചെറുപയർ പൊടി നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.